ഹായ് ഓൾ വെൽക്കം ടു പെപ്കോഫ്ലാൻഡ് ഓർഗാനിക് ഫാമിംഗ്. പെപ്കോഫ്ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്നത്തെയും പോലെ തന്നെ കുരുമുളകിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. വള്ളിക്കുരുമുളകിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ എല്ലാവരും കുറ്റിക്കുരുമുളകിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇതിന് കാരണം വേറൊന്നുമല്ല, നമ്മൾ കുറ്റിക്കുരുമുളക് പരിചരിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ പരിചരണ രീതി എളുപ്പമായതുകൊണ്ട് തന്നെ ഏതൊരു കുട്ടികൾക്കും ഈ ഒരു കൃഷി രീതി ചെയ്യാൻ പറ്റും. 365 ദിവസവും നമുക്ക് കുരുമുളക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വാങ്ങി കുരുമുളക് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ആവശ്യങ്ങൾക്ക് കുരുമുളക് നമുക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കും. നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. ഞാൻ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ മാത്രമേ അവിടെ നിന്നാണ് വീഡിയോ ഒക്കെ എടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ പോകുന്നതിനനുസരിച്ചാണ് വീഡിയോ ഇടാറുള്ളത്. അതാണ് കുറച്ചും കൂടി ഇങ്ങനെ ലേറ്റായി പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. തമ്മിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറ്റിക്കുരുമുളക് കൃഷിയെക്കുറിച്ച് തന്നെയാണ്. കുറ്റിക്കുരുമുളക് നമ്മൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാം. അത് ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടും അല്ലാതെയും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ രീതി എന്ന് പറയുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടല്ല, അല്ലാതെ നമ്മൾ എങ്ങനെയാണ് കുറ്റിക്കുരുമുളക് നടേണ്ടതെന്ന് നമ്മൾ കാണിച്ചു തരികയാണ്. ഈ ഒരു കുറ്റിക്കുരുമുളക് നടുന്നത് നമ്മൾ കൊളിബ്രീനം കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബ്രസീലിയൻ തിപ്പല്ലി കിട്ടാത്ത ആളുകൾക്ക് എങ്ങനെയാണ് കുറ്റിക്കുരുമുളക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഒരു ചെറിയ കാര്യം കൂടി പറയാൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ കൃഷിസ്ഥലം സന്ദർശിക്കാനെത്തിയ 2 പേരെയും കൂടി ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഷമീർ ദോസ്തി എന്ന യൂട്യൂബറായിട്ടുള്ള ഷമീർക്കയും അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിട്ടുള്ള സുഹൃത്തായിട്ടുള്ള സൽമാൻ എന്ന് പറയുന്ന സുഹൃത്തും കൂടിയാണ് നമ്മുടെ കൃഷിസ്ഥലം കാണാനെത്തിയത്. സൗദി അറേബ്യയിൽ നിന്നും അദ്ദേഹം ഒറിജിനൽ സ്പൈസസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ തോട്ടം സന്ദർശിക്കാനെത്തിയത്. അപ്പം അവരെയും കൂടി നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ കുരുമുളകിൻ്റെ വിശേഷങ്ങൾ കാണാം. നമ്മൾ കുറ്റിക്കുരുമുളകിന് എടുക്കുന്നത് ഇങ്ങനെ 2 എണ്ണമായി വരുന്നത്, അത് ഈ വൈ മോഡലുള്ള ഈ 2 എണ്ണമായി വരുന്നതാണ്. ഇതെങ്ങനെ 2 എണ്ണമായി വരുന്നതാണ് നമ്മൾ കിളിപ്പച്ച മോഡൽ എടുക്കേണ്ടത്. ഇതേപോലെ 2 എണ്ണം ഉള്ളത് ഇത് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുക. ഏത് ഭാഗത്തുനിന്ന് കട്ട് ചെയ്യുക? ഈ ഭാഗത്തുനിന്ന് ഇവിടുന്ന് കട്ട് ചെയ്യുക, ഇവിടുന്ന് കട്ട് ചെയ്യുക, ഇതിൽ നിന്ന് കട്ട് ചെയ്യുക. ഇത്ര ഭാഗം കട്ട് ചെയ്താൽ ഇത്ര വേണ്ട, ഇത്ര ഭാഗം കട്ട് ചെയ്യുക. ഇത്ര ഭാഗം കട്ട് ചെയ്ത് വൈ ടൈപ്പിലുള്ള ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഞങ്ങളിവിടെ ഒരു മതില് പോലെയാണ് നമ്മളിവിടെ കുരുമുളക് കൊണ്ടുവന്നിരിക്കുന്നത്. മതില് പോലെ നമ്മൾ കുറ്റിക്കുരുമുളകിനായിട്ടുള്ള കമ്പുകൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും സൈഡ് ബ്രാഞ്ചസിൽ നിന്നുള്ള വി ഷേപ്പിലോ അല്ലെങ്കിൽ വൈ ഷേപ്പിലോ ഉള്ള കമ്പുകൾ വേണം സെലക്ട് ചെയ്യാൻ. ഈ സൈഡ് ബ്രാഞ്ചസിലുള്ള കമ്പുകളിൽ മാത്രമേ നമുക്ക് കുരുമുളകുകൾ കായ്ക്കുള്ളൂ. അല്ലാതെ നമ്മൾ മരത്തുമേൽ ഇങ്ങനെ പറ്റി പിടിച്ചതായിട്ട് വളർന്നിട്ടുള്ള വള്ളികൾ കാണാം. അതൊരിക്കലും യൂസ് ചെയ്യരുത്, അതിൽ മണി പിടിക്കില്ല. അതുകൊണ്ടാണ് സൈഡ് ബ്രാഞ്ചസിൽ നിന്നുള്ള തന്നെ എടുക്കണം എന്ന് പറയുന്നത്. അത് വി ഷേപ്പിലോ വൈ ഷേപ്പിലോ ഉള്ളത് സെലക്ട് ചെയ്യാം. ഇനി നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കുറ്റിക്കുരുമുളക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പാർശ്വഫലങ്ങൾ, ഈ സൈഡിലേക്ക് വരുന്ന കമ്പുകളാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിനെ മുറിച്ചെടുക്കുകയാണ്. ഇതാ, അപ്പോൾ ഇങ്ങനെ ചെറുതെങ്കിലും ഒന്ന് ഇങ്ങനത്തെ ഉള്ളത് ആയിരിക്കണം, വി ഷേപ്പിലുള്ള ഇങ്ങനെ. അപ്പോൾ ഇത് നമ്മൾ കുറ്റിക്കുരുമുളക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്, ഗ്രാഫ്റ്റ് ചെയ്യാനല്ല കേട്ടോ. കറ്റാർവാഴ എടുത്തിരിക്കുന്നു. ഈ കറ്റാർവാഴയിലാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ച് കിട്ടും. ഇതാ നമ്മൾ മണ്ണിൽ നടുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്, ഗ്രാഫ്റ്റിംഗ് അല്ല. അപ്പോൾ ഇത് പെട്ടെന്ന് വേര് പിടിക്കാനും പിന്നെ ഇത് വളർച്ച എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതിനൊരു ഏകദേശം മാക്സിമം വന്ന വിളവ് കുറവാണ് ഉണ്ടാവുക ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റിലെ ഇതിൻ്റെ ഇലകളൊക്കെ അത് അങ്ങനെ മുറിച്ച് കളയുന്നു. ഇല പകുതിക്ക് വെച്ചാണോ അല്ലെങ്കിൽ പകുതിക്കാക്കിയിട്ട് എന്തിനാ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്? അങ്ങനെ ബാഷ്പീകരണം, ഓവർ വെള്ളം വലിച്ചു പോകാതിരിക്കാൻ. ഓക്കെ,
ഇതേപോലെ എടുത്തിട്ട് നമ്മൾ ഇതിനെ അതിൻ്റെ അടിഭാഗത്ത് ചെറിയതായിട്ട് ഇതാ ഇങ്ങനെ ചെറിയ മോഡൽ അങ്ങനെയാണ് വെട്ടി കൊടുക്കേണ്ടത്. ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇതാ ഇത്രയും ചെറിയ മോഡൽ അടിഭാഗം ഇതേ മോഡലാക്കി ഇതാ അടി സൈഡ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത്ര പോകുന്നൊരു പീസ് കറ്റാർവാഴ എടുക്കുക, ഇത്ര പോകുന്ന. എന്നിട്ട് ഇതിനെ നമ്മൾ ശരിക്ക് ഇതുണ്ടോ ഈ രീതിയിലാക്കിയിട്ട് നമ്മൾ മണ്ണിനകത്ത് ഒരു കുഴി പോലെ എടുത്ത് ഇതിപ്പം നനച്ചിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, ഇത് വെച്ചിട്ട് മണ്ണൊക്കെ ഇട്ടതിന് ശേഷം നനച്ചു കൊടുത്താൽ മതി അല്ലേ? ഇച്ചിരി മണ്ണെടുത്തിട്ട് വരട്ടെ. ഇതിന് പുതിയ ഇലകളൊക്കെ കിളിർത്ത് വരാൻ എത്ര ടൈം എടുക്കും ഇങ്ങനെ വെച്ചിട്ട്? ഇത് 30 ദിവസമാവും. 30 ദിവസം കൊണ്ടേ കിളിർക്കുള്ളൂ, കിളിർത്ത് വരും. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ചെറുതായിട്ട് നനയ്ക്കാൻ പാടുള്ളൂ. നനയ്ക്കുമ്പോൾ അതെങ്ങനെ ഇലകൾ കൂടെ ഒന്ന് ഇങ്ങനെ നനച്ച് കൊടുക്കുക. 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇനി നനയ്ക്കാൻ ഇനി നനയ്ക്കാൻ പാടുള്ളൂ. ഇങ്ങനെ നനച്ച് കഴിഞ്ഞാൽ ഇതിന് വെള്ളം ഓവറായിട്ടുണ്ടെങ്കിൽ വേരൊക്കെ വന്നിട്ട് ചീഞ്ഞ് പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ എപ്പോഴും. മറ്റേ തിപ്പല്ലിയിലുള്ളതിന് നമുക്ക് അത്ര വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. ഇതിന് കുറച്ച് വെള്ളം ഉപയോഗിച്ച് തണലത്ത് ഇനി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് കുറഞ്ഞ ദിവസമായിട്ടുള്ളൂ, ഒരു 10-20 ദിവസമായിട്ടുള്ളൂ. 20 ദിവസം കൊണ്ടുവരുന്നുണ്ട് ഇവിടുന്ന് തെഴുപ്പ് ഇതെല്ലാം വന്നു തുടങ്ങി. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണല്ലോ കുറച്ചും കൂടി നല്ലത്. ഏറ്റവും നല്ല ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും മെച്ചം. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ തിരിയിട്ട് തുടങ്ങി. ഇത് കണ്ടോ, തിരികൾ വന്നു. He's from Saudi Arabia. My name is Salman. പേര് സൽമാൻ. പിന്നെ എങ്ങനെ ഇത് അറിഞ്ഞാന്ന് ചോദിക്കുന്നത്? تكلمني هندي. اي كلمني عربي. كيف معلوم هذا محمد؟ യൂട്യൂബിൽ കണ്ടത്. جابني ഞാൻ കൊണ്ടുപോകുന്നതാണ്. ഇങ്ങനെ കുരുമുളകിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് യൂട്യൂബിൽ കണ്ടുകൊണ്ട് മുഹമ്മദ് ഖാൻ അടുത്ത് അങ്ങനെ കൊണ്ടുവന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ടുന്ന സ്പൈസ് നല്ല ഇത് ഒറിജിനൽ ആയിട്ടുള്ള കുരുമുളക് കാണണം, അത് സ്പൈസസ് കാണണം, അത് വീട്ടിലേക്ക് കൊണ്ടുപോകണം. അതൊക്കെയാണ്. അത് ഗാവ എന്ന് പറഞ്ഞാൽ കാപ്പി കുരു വേണം. അങ്ങനെയൊക്കെ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയതാണ്. അപ്പോൾ മുഹമ്മദ് ഖാന്റെ വ്യത്യസ്തമായിട്ടുള്ള അതാ കുല്ലു ഷൂഹിന്ദ്. الحمد لله. هذا ما شاء الله هذا مزارع رقم 1. مزارع ما شاء الله ناجح مره ويحب الزراعه يحب مهنته. എനിക്ക് തോട്ടത്തിനെ പറ്റി ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഇത് നമ്പർ 1 ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ويحب زراعه يحب يزرع بعد. ഇതാണ് ബെഡ്. ഓക്കെ 7 this ബി B أكبر مشكلة. ഇത് ഈസി പരിപാടിയാണ് കുരുമുളക്. നമുക്ക് ഇത് നമ്മളൊരു 30 ദിവസം കഴിഞ്ഞാൽ ഇത് തെഴുക്കും. 30 days 30 يوم 30 واحد شهر يجي. غيرنا ذاك كده ഇതോ ഇത് തെഴുക്ക് കാണിച്ചു തരാം. ومتى تطلع متى تجيب ومتى ഓക്കെ പോക്കലാം. ഇനിയിപ്പം ഇതിന്റെ പരിപാടി കഴിഞ്ഞു. ഇതിന് തണലത്തേക്ക് വെക്കും. ഇത് ആയി. ഇതായി. اوكي هذا خلاص جاهز موجود. بس هذا ഇനിയിപ്പോ എങ്ങനെയാ തെഴുത്ത് വരിക? ഇതാ തെഴുത്ത്. ഇതുണ്ടോ ഇതാ തെഴുക്കുന്നു. ഇതാ തെഴുക്കുന്നു. ഈ പീസ് ഈ പീസ് ഇതേപോലെ ഇടുന്നുണ്ട്. അതാ തെഴുത്ത്. هذا كم عمر؟
അത് എത്ര വയസ്സ്? ഇതോ ഇതിപ്പോ ഒരു 1.5 മാസമായിട്ടുള്ളൂ. 40 يوم. 45 يوم. പറയാം. ഇത് പുതിയ വെറൈറ്റിയാണ് കുരുമുളക്. വായി വരുന്നൊരു പേരിട്ടിട്ടില്ല ഞങ്ങൾ. ഇതിൻ്റെ കണ്ണികൾ കണ്ടോ എത്ര പെട്ടെന്ന് നമുക്ക് വരുന്നത്. ഇതാ ഇതിൻ്റെ ചെറിയ ഇലകളാണ്. അയ്യോടാ ഇതിൻ്റെ ഒരു ഇത് പൊട്ടിപ്പോയി. ചെറിയ ഇലകളാണ്. ഇതിൻ്റെ തിരികൾ കണ്ടോ, ഇത് കണ്ടോ. ഇതിപ്പോ വെച്ചിട്ട് കുറച്ചായിട്ടല്ലേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോ ഒരു 3 മാസം ആകുന്നുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് കായിട്ട് അല്ലേ? കായിട്ട് തുടങ്ങി. നീളമുള്ള തിരികളാ. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റഡി ഇതാകുള്ളൂ. ഇതാ തേറ്റവള്ളിയിൽ നിന്ന് തന്നെ ഇതുണ്ടോ കണ്ണികൾ ഇതിൽ നിന്ന് വന്നു. ഇത് 2 ഇനങ്ങൾ തമ്മിൽ ഒന്നാക്കിയതാണ്. അപ്പോൾ ഇതിൽ നീട്ടം കൂടിയ കരിമുണ്ട ഇവിടെ ഉണ്ട്. ആ കരിമുണ്ടയും കുളങ്ങാടെന്നുള്ള ഇലകൾ പിന്നെ വള്ളികളും കൂടി തമ്മിൽ നമ്മൾ യോജിപ്പിച്ചിട്ടാണ് ഈ ഒരു പുതിയ ഇനം കൊണ്ടുവന്നത്. ഇതിന് പേരിട്ടിട്ടില്ല, കുളങ്ങാടനും കരിമുണ്ടയും. അപ്പോൾ ആ യാദൃശ്യം വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പം ശരിയായിട്ടുള്ള പറയാനായിട്ടില്ല നമുക്ക്. നമുക്ക് കെട്ടിക്കൊടുക്കാനുള്ള വള്ളികളായിക്കോട്ടെ. ഇത് കണ്ടില്ലേ പച്ചവേരുകൾ വന്നു, ഇതിൽ കണ്ണിയും വന്നു. നമുക്ക് ഇതിനെ ഇനി മരത്തിലിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഹൈ സ്പീഡിൽ നമ്മളിവിടെ 2 ഇനങ്ങൾ ഒന്നാക്കിയതൊക്കെ നല്ല സ്പീഡിലാണ് കയറുന്നത്. നല്ല ആരോഗ്യത്തോടു കൂടി ഇതുവരെ ഒരു കുഴപ്പവും ഒരു വള്ളിക്ക് പോലും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഒരു ദുരിതവാട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കേടോ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ പ്രകൃതിയിൽ വരുന്നതുണ്ടാകും. പക്ഷെ ഞാൻ കെമിക്കലോ കാര്യങ്ങളൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഒരു കുഴപ്പമില്ല ഒരു വള്ളിക്ക് പോലും. ഇതിൽ മണ്ണും പിന്നെ നമ്മളെ നേരത്തെ ഉണ്ടാക്കിയ വളം, അതായത് കോഴിമുട്ടത്തൊണ്ട്, മേൽമണ്ണ്, പിന്നെ ചാണകപ്പൊടി, കരിയിലപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതും മണ്ണും കൂടി മിക്സാക്കിയിട്ടാണ് ഈ കവറിനകത്ത് നിറച്ച് ചെയ്ത് വെച്ചത്. അതിൻ്റെ വളർച്ചയാണ് ഇത്. 3 മാസം കൊണ്ട് തന്നെ കായ് 3 മാസം ആകുമ്പോഴത്തേന് ഇത് കണ്ടില്ല തിരി വന്ന് മണി പിടിച്ചു. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുമല്ലോ. മറ്റൊരു കൃഷി വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.